കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പം നമ്മൾ കഴിഞ്ഞാൽ 12 ചെയ്തത്. അതായത് ഭീഷ്മര്, അതായത് ഈ ശത്രുക്കൾക്ക് ഭയം തോന്നിക്കത്തക്ക ബലമുള്ളത് പ്രതാപവാൻ എന്ന് പറഞ്ഞൂല ആയിട്ടുള്ള കുരുവൃദ്ധനായിട്ടുള്ള പിതാമഹനുമായിട്ടുള്ള ഭീഷ്മര് ദുര്യോധന സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ യുദ്ധം തുടങ്ങാറായി എന്ന് ഉദ്ഘോഷിക്കാനായിട്ട് സിംഹനാദം ചെയ്തു, ഗർജിച്ചു, എന്നിട്ട് ശംഖ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പം നമുക്ക് 13 ഇനി വായിക്കാം. തതശംഖശ്ച ഭീര്യശ്ച പണവാനകഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. പിന്നെ ഈ പല പല യുദ്ധത്തിനുള്ള ശബ്ദം ഉണ്ടാക്കണ പെരുമ്പറകൾ കൊട്ടാനുള്ള പല പല ഇൻസ്ട്രുമെൻസൊക്കെ ശബ്ദിപ്പിച്ചിട്ട് ഹോൾ അന്തരീക്ഷം അലയടിച്ചു ആ ശബ്ദം കൊണ്ടെന്നൊക്കെ പറയണതാണ്. നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം. തഥാ അതിനുശേഷം ശംഖം ച ശംഖുകളും ഭേര്യഹ ച ഭേരികളും പണവാനക ഗോമുഖ അതായത് മൃദംഗവും ഗോമുഖം അങ്ങനത്തെ കുറേ ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതും സഹസ ഏവ ഉടനെ തന്നെ അഭ്യഹന്യന്ത മുഴക്കി തുടങ്ങി. എല്ലാവരും ഇങ്ങനത്തെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ഉറക്ക കൊട്ടി. സശബ്ദ ആ ശബ്ദം തുമുലഹ മീൻസ് എല്ലാ ദിക്കിലും 4 ദിക്കുകളിലും അഭവൽ ഭവിച്ചു എന്ന് പറഞ്ഞാൽ ദ ഹോൾ അറ്റ്മോസ്ഫിയർ വാസ് റെവർബറേറ്റിംഗ് വിത്ത് ദിസ്. ഈ ഉറക്കമുള്ള ഈ ശബ്ദം എല്ലാ ഇൻസ്ട്രുമെൻസും യുദ്ധം തുടങ്ങാറായി എന്ന് ഉദ്ഘോഷിക്കാനായിക്കൊണ്ട് പെരുമ്പറ കൊട്ടി. അത് മുഴുവൻ ആകാശം മുഴുവൻ അലയടിച്ചു എന്ന അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് 12 അതാണ്. തതശംഖശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. അത്രേ ഉള്ളൂ. ഈ 14. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതു. ഈ ഒരു ശ്ലോകം ആണത്രേ ഗീതയുടെ ആത്മാവ്. എന്താ കാരണം വെച്ചാൽ ശ്ലോകം എന്നുള്ളതിനേക്കാളും ആ രംഗം, നമുക്ക് ആ രംഗം ഒന്ന് സങ്കല്പിക്കാം കേട്ടോ. ഒരു ഭാഗത്ത് കൗരവ സൈന്യം, ഒരു ഭാഗത്ത് പാണ്ഡവ സൈന്യം യുദ്ധം ചെയ്യാൻ വളരെ ഉത്സാഹത്തോടു കൂടി നിൽക്കണു. ഭീഷ്മര്, ദ്രോണര്, പിന്നെ കൃപര് അവരൊക്കെ തന്നെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അല്ലേ. ഈ ഭാഗത്ത് ദൃഷ്ടദ്യുമ്നനും ഭീമനും എല്ലാവരും അർജുനനും ഓഫ് കോഴ്സ് ഇതിലാണ്. അപ്പോഴാണല്ലോ ഈ ഭീഷ്മരുടെയും ദ്രോണരുടെയൊക്കെ ഏകദേശം മുമ്പിലായിട്ട് രഥം നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ അർജുനൻ ഇരിക്കണു. ആരാണ് രഥം കൊണ്ടു നടക്കുന്നത്? സാരഥി ഭഗവാൻ. ആ ഒരു രഥത്തിലിരിക്കുന്ന അർജുനനും കൃഷ്ണനും ശംഖ് 2 വിളിക്കും അവിടെ ഇരുന്നിട്ട്, അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഭീഷ്മരുടെ ശംഖ് വിളി കഴിഞ്ഞപ്പോൾ 2 ശംഖ് വിളിക്കണേ. ഈ ഒരു ആ രംഗമുണ്ടല്ലോ, അതാണത്രേ ഈ ഭഗവത്ഗീതയുടെ ആത്മാവ്. അവിടെയാണ് എന്നുവെച്ചാൽ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ശംഖ് വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ ആണ് ഈ യുദ്ധം ചെയ്യണതും ഞാനാണ്. എൻ്റെ ഇച്ഛ അനുസരിച്ച് ഈ യുദ്ധം നടക്കണു, എല്ലാം ഇവിടെ ചെയ്യുന്നത് ഞാനാണ് എന്നിങ്ങനെ പറയാതെ പറയുകയാണെന്നാണ് പറയണത്. അതുകൊണ്ടും പിന്നെ ഈ രഥത്തിനെ നമ്മളെ ഇപ്പം നോക്കൂ, ആ രഥം അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ അർജുനൻ ഇരിക്കണു രഥി, ആൻഡ് കൃഷ്ണൻ സാരഥി ആയിട്ടിരിക്കണു ഇല്ലേ. ആ രംഗം 4 വെള്ളക്കുതിരകൾ സങ്കല്പിച്ചോളൂ. അതാണ് ശ്വേതൈ ഹയൈ യുക്തേ. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ അല്ലേ. തഥാ ദെൻ ശ്വേതൈഹി ഹയൈഹി യുക്തേ, അതായത് വെള്ളക്കുതിരകളെ പൂട്ടിയിട്ടുള്ള മഹതീം സ്യന്തനെ കേമായിട്ടുള്ള പിന്നെ രഥം, സ്യന്തനത്തിൽ രഥം എന്നർത്ഥം, രഥത്തിലിരിക്കുന്ന മാധവ
അതായത് ഭഗവാനും പാണ്ഡവഹാച്ച ഏവ അർജുനനും ശംഖൗ പ്രദബ്ധു മീൻസ് ശംഖ് വിളിച്ചു എന്ന്. ഈ രംഗമൊന്ന് നമുക്ക് മനസ്സിൽ സങ്കല്പിച്ചാൽ അതാണത്ര ഗീതയുടെ ആത്മാവ്. എന്തുകൊണ്ടറിയോ? ആ രഥം നമ്മുടെ ശരീരത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ആ രഥം. പിന്നെയോ അതിലിരിക്കുന്ന രഥി അല്ലെങ്കിൽ അർജുനൻ നമ്മുടെ ജീവാത്മാവ്. ആ ജീവാത്മാവിനെ കൊണ്ട് നടക്കുന്നത് ബുദ്ധി. ആ ജീവാത്മാവിനെ കൊണ്ട് നടക്കുന്ന ശക്തി, അതാണ് സാരഥി. ഈ രഥിയെ നയിക്കുന്ന ആൾ സാരഥി, അതാണ് കൃഷ്ണൻ. പിന്നെ ഈ വെള്ള കുതിരകളെ പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ, അതായത് സാത്വിക് ഇന്ദ്രിയങ്ങൾ. കാരണം എപ്പോഴും സത്വഗുണത്തിന് വെള്ളയായിട്ടാണ് എപ്പോഴും സ്പിരിച്വൽ ഇതിൽ പറയുക. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ജീവിതം ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരമാകുന്ന രഥത്തിൽ ജീവാത്മാകുന്ന അർജുനനെ ബുദ്ധിയാകുന്ന അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം തന്നെയാകുന്ന കൃഷ്ണൻ എപ്പോഴും നയിക്കുകയാണ്. ഏത് വഴി കൂടെ? സാത്വികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സാത്വികമായിട്ടുള്ള വഴിയിൽ കൂടി. അതുകൊണ്ടാണ് അത്ര ഇതിനെ പറയണത്. ഈ ഒരു രംഗം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് ഗീതയുടെ ആത്മാവാണെന്ന് പറയുന്നുണ്ട് പല ഇൻ്റർപ്രിറ്റേഴ്സും വ്യാഖ്യാതാക്കളും ഒക്കെ. വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ, അതും കൂടിയും പറഞ്ഞാൽ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അതായത് ഇവിടെ അർജുനന് ശരിക്കും പറയാച്ചാൽ നല്ല ബുദ്ധിയുണ്ട്, ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ഉള്ള ആളാണ്. എത്ര തപസ്സൊക്കെ ചെയ്ത ആളല്ലേ, വളരെ ഇൻ്റലിജൻ്റാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമാനാണ്, എല്ലാ സ്കിൽഫുള്ളാണ്, എല്ലാ കഴിവുകളുണ്ട്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൂടിയും പറയണത്, എനിക്ക് കുറച്ച് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേശ്ശെ ഇംഗ്ലീഷ് വാക്കും കൂടിയും പറയണമെന്ന്. എന്നുവെച്ചാൽ പലർക്കും മറുനാടൻ മലയാളികളോ അല്ലെങ്കിൽ അത്ര ഇംഗ്ലീഷ് അത്ര തന്നെ മലയാളം അത്ര തന്നെ കംഫർട്ടബിൾ അല്ലാത്തവർ പലരും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവും ഞാൻ കുറേശ്ശെ ഇംഗ്ലീഷ് വാക്ക് പറയുകയാണ്. അപ്പോൾ അർജുനന് നല്ല ബുദ്ധിയുണ്ട്, നമ്മൾ പറയുന്ന ഇൻ്റലിജൻസ് ഉണ്ട്, പിന്നെ നല്ല കൺട്രോളുണ്ട്, സെൻസസൊക്കെ, ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കല്ലേ വലിയ വലിയ തപസ്സൊക്കെ ചെയ്ത ആളല്ലേ, നല്ല പ്രാണശക്തി എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭം വന്നപ്പോൾ മനസ്സങ്ങോട്ട് നഷ്ടപ്പെട്ടു. അതായത് ഒരു ഡൈലമ്മ, ധർമ്മസങ്കടത്തിൽപ്പെട്ടു. യുദ്ധം ചെയ്യണോ ചെയ്യണ്ടേ, എത്ര ആൾക്കാരെ കൊന്നിട്ട് എനിക്ക് എന്തിനീ രാജ്യം, അങ്ങനെ. അതുകൊണ്ടാണ് മനസ്സ് തളർന്നു. അപ്പോൾ പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി അർജുനനെ. നമ്മളൊക്കെ മനസ്സ് തകർന്ന സമയത്ത് ആ ഭാഗ്യം ഉണ്ടായാൽ മതി. നമുക്കെന്ന് പറയുകയാണ് ഇൻഡയറക്റ്റായിട്ട്. എന്താ അറിയോ, മനസ്സ് തകർന്നാലും ഭാഗ്യത്തിന് സുഹൃതം കൊണ്ട് അന്ന് ദുര്യോധനും അർജുനും ഭഗവാനെ കാണാൻ പോയപ്പോൾ എൻ്റെ സൈന്യം വേണോ ഞാൻ വേണോ ചോദിച്ചപ്പോൾ ദുര്യോധനൻ അങ്ങയുടെ സൈന്യം മതി, യാദവ സൈന്യം മതി എനിക്കാ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു എനിക്ക് അങ്ങ് മതി പറഞ്ഞു. ആ ഒരു ഭഗവാനെ ചൂസ് ചെയ്യാനുള്ളൊരു സുഹൃതം ഉണ്ടായി ആർക്ക്? അർജുനന്. അപ്പം കഴിഞ്ഞു, ഭഗവാൻ ഏറ്റെടുത്തു. ഭഗവാൻ ആ രഥത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിലെടുത്തു കഴിഞ്ഞു. ആ രഥം എന്താ? നമ്മുടെ ബോഡി. അതിലത്തെ ആത്മാവ് ആരാണ്? അർജുനൻ. അപ്പോൾ ഭഗവാൻ നമ്മുടെ കടിഞ്ഞാണ് പിടിച്ചാൽ പിന്നെ പേടിക്കാനില്ല. പക്ഷെ എങ്ങനെയായാലാണ് ഭഗവാൻ കടിഞ്ഞാണ് പിടിക്കുക? നമ്മൾ ഭഗവാനെ മതിയെന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങട് നമ്മൾ ശരണാഗതി അടഞ്ഞ് പിടിക്കണം. അപ്പം ഭഗവാൻ നമ്മുടെ കടിഞ്ഞാണ് പിടിച്ചോളും എന്നാണ്. ശരിക്കതല്ലേ? പിന്നെന്താ, ഭഗവാന്റെ കയ്യിലായി. ഭഗവാൻ ഡിസൈഡ് ചെയ്യണ പോലെ മാത്രമാണ് യുദ്ധം നടന്നത്. ഭഗവാൻ തന്നെ എല്ലാവരെയും ഒറ്റ ഈക്ഷണം ഗ്ലാൻസ് കൊണ്ട് പിന്നെ എല്ലാവരുടെയും ആയുസ് എടുത്തു കഴിഞ്ഞു. അപ്പം അതാണ് ഈ ശ്ലോകം ഇതിനെ ഗീതയുടെ ആത്മാവെന്ന് പറയാൻ കാരണം. ആ രംഗം ഓൾസോ നമ്മുടെ ശരീരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പിന്നെ ഭഗവാനെ വരിച്ച കാരണം, ആ സുഹൃതമുള്ള കാരണം, ഇനി ഒന്നും പേടിക്കേണ്ട, യോഗക്ഷേമം വഹാമ്യഹം അല്ലേ. അതാണ് ഇത്. അങ്ങനെ അപ്പോൾ നമുക്ക് അതൊന്നും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനെ സ്ഥിതൗ
മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതു. ഈ ഭഗവാന്റെ എന്താണ് അർജുനൻ്റെയും ഭീമൻ്റെയും ശംഖിൻ്റെ പേര് പറയുകയാണ്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരാം. എന്താണ് ഹൃഷീകേശൻ പറഞ്ഞാൽ ഭഗവാൻ. പാഞ്ചജന്യം എന്ന ശംഖം ദദ്മൗ, ഭഗവാൻ പാഞ്ചജന്യം എന്നുള്ള ശംഖ വിളിച്ചു. ധനഞ്ജയ, ഞാൻ എന്താ ഋഷികേശ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലേക്ക് വരാട്ടോ. ഋഷികേശ് എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് മീൻ ചെയ്യണത്. ഭഗവാൻ പാഞ്ചജന്യം നമുക്കറിയാലോ. ഭഗവാന്റെ ശംഖിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ്. അത് പഞ്ചജനൻ എന്ന് പറഞ്ഞൊരു അസുരനെ കൊന്നപ്പോൾ അയാൾ ശംഖിൻ്റെ ഉള്ള അസുരനായിരുന്നു. അയാളെ കൊന്നിട്ട് സാന്ദീപനിയുടെ മകനെ രക്ഷിച്ചുല്ലോ. അപ്പോൾ ആ പഞ്ചജനൻ എന്നുള്ള അസുരനെ കൊന്നപ്പോൾ ആ പഞ്ചജനൻ ഇരുന്നിരുന്ന ശംഖാണ് പിന്നെ ഭഗവാൻ പാഞ്ചജന്യായിട്ട് ഭഗവാന്റെ ശംഖ്. അപ്പോൾ അത് ഊതി. ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ അർജുനൻ ദേവദത്തം എന്ന് പറഞ്ഞ പേരോടുകൂടിയ ശംഖൂതി വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആര്? ഭീമൻ, വൃകോദരൻ. ഭീമകർമ്മ, വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള വൃകോദരൻ ഭീമൻ പൗണ്ഡ്രം എന്ന് പറഞ്ഞ ശംഖ വിളിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഭഗവാൻ ഒന്ന് നമ്മൾ ഓർമ്മിക്കണം കേട്ടോ, ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശംഖ് ആദ്യം വിളിച്ചു. ഭീഷ്മർ വിളിച്ചു കഴിഞ്ഞിട്ട് പാണ്ഡവന്മാരുടെ ഭാഗത്ത്, കൗരവന്മാരുടെ ഭാഗത്ത് ഭീഷ്മർ വിളിച്ചു. പാണ്ഡവന്മാരുടെ ഭാഗത്ത് ഓക്കെ ഞങ്ങൾ ആ യുദ്ധം ചെയ്യാമെന്നതാ, ഞങ്ങൾ ആ നിങ്ങളുടെ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭഗവാനാണ് ആദ്യം വിളിച്ചത്. ഈവൻ ദോ ഭഗവാൻ ഞാൻ ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലി സാരഥിയാവുള്ളൂ, ഐ വിൽ ബി ജസ്റ്റ് യുവർ ചേരിയേറ്റർ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ശംഖ ആദ്യം വിളിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആ കടിഞ്ഞാണ് കയ്യിലെടുത്തു കഴിഞ്ഞു. ഐ ഹാവ് ദി റെയിൻസ് ഓഫ് ദിസ്, എന്താ ഈ ചാരിയറ്റ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കടിഞ്ഞാണ് എൻ്റെ കയ്യിലാണ്, ഞാൻ എല്ലാം ഏറ്റെടുത്തു, ഇനി ഒന്നും ഭയക്കണ്ട. അതാണ് ആദ്യം ശംഖ് വിളിച്ചത്. പിന്നെ ഇനി ഹൃഷീകേശൻ എന്നുള്ള പേരിനെ പല 2-3 അർത്ഥമായിട്ട് ഞാൻ വായിച്ചു. അത് ഒന്ന് എന്താ, ആരാണ് ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നത്? കണ്ടാൽ അത്ര ഭംഗിയല്ലേ, കമനീയ കൃഷ്ണനല്ലേ. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ ആകർഷിക്കും. മാത്രമല്ല കൃഷ്ണൻ എന്നുള്ള പേരിന് ആകർഷണമാണ്. അപ്പോൾ ഋഷികേശൻ എന്താ അറിയോ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്നവൻ എന്നൊരർത്ഥം. പിന്നെ ഒരർത്ഥം, വേറൊരർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, വൺ ഹൂ കൺട്രോൾസ് ദ ഇന്ദ്രിയാസ്, അതും ആവാം. പിന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ കൺട്രോള്, ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച യോഗീശ്വരന്മാരുടെ ഉള്ളിൽ വസിക്കുന്നതാണോ, അങ്ങനെയും പറയാമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരർത്ഥം കൂടി എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അത് എന്താ വെച്ചിട്ടുണ്ടോ, പിന്നെ എപ്പോഴും ആരുടെ രോമാണ് രോമാഞ്ചം, അതായത് രോമം ഇങ്ങനെ സ്റ്റാൻഡിങ് ഓൺ എൻഡ് പറയുമല്ലോ, അതായത് രോമം ഇങ്ങനെ നീട്ടി നിൽക്കില്ലേ, പിന്നെ ആരുടെ മേൽ എപ്പോഴും ആ സച്ചിദാനന്ദത്തിലാണ് ഭഗവാൻ ആ ഇറ്റേണൽ ബ്ലിസ്സിലാണ് എപ്പോഴും ഇരിക്കണത്. ഹീ ഈസ് റെവെല്ലിങ് ഇൻ ദാറ്റ് ഇറ്റേണൽ ബ്ലിസ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നമുക്കൊക്കെ രോമാഞ്ചം വരുമല്ലോ, സന്തോഷമാകുമ്പോൾ രോമം പൊന്തി, അതുപോലെയാണ് ഭഗവാന്റെ മേലെ എപ്പോഴും. അങ്ങനെ ഒരു അർത്ഥമുണ്ട് അത്രേ. അതായത് വൺ ഹൂസ് ഹെയേഴ്സ് എന്താ സ്റ്റാൻഡ് അപ്പോൺ എൻഡ് വിത്ത് ഇന്നർ ജോയ് എന്ന് പറഞ്ഞാൽ ആ ഇറ്റേണൽ ബ്ലിസ്സിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് അദ്ദേഹം. അപ്പോൾ എപ്പോഴും ആനന്ദം കൊണ്ട് രോമാഞ്ചമടിയുന്നവൻ എന്നും ഋഷികേശൻ അർത്ഥമുണ്ടെന്ന് ഞാൻ വായിച്ചു. പിന്നെ വേറൊരു കാര്യം, പാഞ്ചജന്യം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നെ ഭഗവാന്റെ എന്താണ് ശംഖിൻ്റെ പേര്. അത് ശരിക്കും ആ പഞ്ചജനൻ എന്ന് പറഞ്ഞ അസുരനെ കൊന്നപ്പോൾ ഉണ്ടായ അതിൽ താമസിച്ചിരുന്ന അസുരനെ
വധിച്ചപ്പോൾ അത് വൃത്തിയാക്കി എടുത്ത ശരിക്കും ആ ശംഖാണല്ലോ. പക്ഷേ അതിന് വേറൊരു സ്പിരിച്വൽ സിംബോളിസം കൂടി ഉണ്ട് അത്രേ. എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈഗോ ആകുന്ന അസുരൻ, അതായത് നമ്മുടെ അഹങ്കാരമാകുന്ന അസുരനെ നമ്മൾ ഭഗവാൻ കൊന്നിട്ട് നമ്മളെ എടുക്കുന്ന ഒരർത്ഥം കൂടി ഉണ്ടെന്നാണ് പറയണത്. അതായത് നമ്മളുടെ ഈഗോ കംപ്ലീറ്റ്ലി അഹങ്കാരം അടങ്ങിയാൽ ആ ഭഗവാന്റെ പാഞ്ചജന്യത്തിൽ നിന്ന് വരുന്ന പോലത്തെ പ്രണവധ്വനി നമുക്ക് കേൾക്കാം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ സർവാത്മനാ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ ആ ഭഗവാന്റെ പ്രണവധ്വനി നമ്മുടെ ഉള്ളിലെപ്പോഴും മുഴങ്ങും. ആ പാഞ്ചജന്യധ്വനി മുഴങ്ങിയും കൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ഇറ്റേണൽ ബ്ലിസ് കിട്ടും. എപ്പോൾ? നമ്മൾ അഹങ്കാരം കംപ്ലീറ്റ് അടങ്ങിയാൽ. അങ്ങനെ ഒരർത്ഥം ഉണ്ടെന്നാണ് പറയണത്. ഏതായാലും അതായത് ശരിക്കും പറയാച്ചാൽ ഭഗവാൻ പിന്നെ ഈ എന്താണ് ശംഖ് വിളിച്ചപ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഓക്കെ ഞാൻ ഇവരുടെ കാര്യം കയ്യിലെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാതെ ശരിക്കും പറയാച്ചാൽ ആ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദത്തിൽ കൂടി ഭഗവാൻ പറയാണ്, പ്രൊക്ലെയിം ചെയ്യാണ്, ഐ ഹാവ് ടേക്കൺ ദ റോൾ ഓഫ് ലീഡിങ് ദ പാണ്ഡവ സൈന്യം എന്നാണ് അർത്ഥം. ഓക്കെ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദരാം. പിന്നെ ഭീമനും വിളിച്ചു എന്ന് പറയണ്ട. ഇനി ബാക്കിയുള്ളവരെയും കൂടി. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലസഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. രാജ കുന്തിപുത്ര യുധിഷ്ഠിര, അതായത് കുന്തിപുത്രനായിട്ടുള്ള രാജാവായിട്ടുള്ള കുന്തിപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ, ധർമ്മപുത്രരെ അനന്തവിജയം ശംഖം ദദ്മൗ. അതായത് ധർമ്മപുത്രരെ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ ശംഖിൻ്റെ പേര് അനന്തവിജയം എന്നാണ്. അത് വിളിച്ചു. നകുലഹ സഹദേവ ച, നകുലനും സഹദേവനും സുഘോഷമണിപുഷ്പകവും. നകുലൻ്റെ ശംഖിൻ്റെ പേര് സുഘോഷം. നകുലൻ സുഘോഷം എന്ന ശംഖ് വിളിച്ചു. സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖ് വിളിച്ചു. ഇവിടെ ഒരു കാര്യം മാത്രം അത്ഭുതം തോന്നും നമുക്ക്. എന്താ അറിയോ, രാജാ കുന്തിപുത്ര എന്നാണ് പറഞ്ഞത്. ആര്? സഞ്ജയൻ. ശരിക്കും രാജാവല്ലല്ലോ, ദുര്യോധനാണ് രാജാവ്. ഇവരെ അവിടുന്ന് നാട്ടിൽ നിന്ന് അയച്ചിരുന്നു. എന്നിട്ടും സഞ്ജയൻ രാജാന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ധർമ്മപുത്ര രാജാവ് അല്ലെങ്കിൽ എന്താ പറയാൻ കാരണം വെച്ചാൽ എന്താ വെച്ചാൽ സഞ്ജയനെ അറിയാം, യഥോ ധർമ്മസ്തോ ജയ എന്നറിയാം. ധർമ്മമുള്ളിടത്തെ ജയമുള്ളൂ എന്നറിയാം. അപ്പോൾ കൗരവന്മാർ ധർമ്മിഷ്ഠന്മാരല്ലാന്നും പാണ്ഡവന്മാർ ധർമ്മിഷ്ഠന്മാരാണെന്നും ഈ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കുന്നും ധർമ്മപുത്ര രാജാവാവുന്നും അറിയാം. അതുകൊണ്ടാണ് രാജാവ് അല്ലെങ്കിൽ പോലും സഞ്ജയൻ രാജാ കുന്തിപുത്ര യുധിഷ്ഠിര എന്ന് പറഞ്ഞത് എന്ന്. അത് ശരിയാണ്. കാരണം സഞ്ജയനൊക്കെ ദിവ്യദൃഷ്ടിയൊക്കെ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഏതായാലും എല്ലാവരും ഇപ്പോൾ ഇത് വിളിച്ചു. ഇനി ബാക്കിയുള്ളവരെയും കൂടിയും പറയും. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവ സുഘോഷമണി പുഷ്പകൗ. ഇനി നമുക്ക് 17 18 കൂടി ചെയ്യാം. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡി ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. എന്താണ്? പൃഥ്വീപതേ. അപ്പം ഇനി എന്താണ്, എത്രയാണ് ഇതിപ്പോൾ? എത്രയാണ്? 17 18 അല്ലേ? അതെ, 17 18. അതെ. അപ്പം നമുക്ക് അർത്ഥം നോക്കാം.
വെറുതെ വായിക്കുക വേണ്ടു അത്. പൃഥ്വിപതേ ഹോ രാജാവേ, അതായത് സഞ്ജയൻ പറയാണല്ലോ, ധൃതരാഷ്ട്ര വിളിക്കുകയാണ്. പരമേശ്വാസ കാശ്യഹാച്ച, അതായത് വളരെ വലിയ വില്ലാളി വീരനായിട്ടുള്ള കാശി രാജാവ്, പിന്നെയോ മഹാരഥനായിട്ടുള്ള ശിഖണ്ഡി, മഹാരഥ ശിഖണ്ഡീച്ച, കാശിരാജാവും വില്ലാളി വീരനായിട്ടുള്ള കാശിരാജാവും മഹാരഥനായിട്ടുള്ള ശിഖണ്ഡിയും എന്താ ആൻഡ് അതെന്താ ദൃഷ്ടദ്യുമ്ന വിരാട ച, ദൃഷ്ടദ്യുമ്നനും വിരാടനും പിന്നെയോ അപരാജിത സാത്യകീച്ച, ഒരിക്കലും പരാജയം അറിയാത്ത സാത്യകിയും ദ്രുപദ ദ്രൗപദേയാച്ച, ദ്രുപദ രാജ്യത്തെ കിങ്ങായിട്ടുള്ള ദ്രുപദൻ എന്ന രാജാവും ആൻഡ് മഹാബാഹു സൗഭദ്രാച്ച, സുഭദ്രയുടെ മകനായിട്ടുള്ള, സൗഭദ്രൻ എന്ന് പറഞ്ഞാൽ സുഭദ്രയുടെ മകൻ, സുഭദ്രയുടെ അർജുനൻ്റെ മകൻ അഭിമന്യുയും സർവാൻ ഇവരൊക്കെ പൃഥക് പൃഥക് ശംഖാൻ ദത്മു, എല്ലാവരും അവനവൻ്റെ ശംഖ വിളിച്ചു. അത്രയേ ഉള്ളൂ ഇതിൽ, അതത്ര തന്നെ ഒന്നും പറയാനില്ല. അതായത് അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, സഞ്ജയൻ പറയാണ്, രാജാവും കുന്തിപുത്രനുമായിട്ടുള്ള ധർമ്മപുത്രൻ അനന്തവിജയം, അത് നമ്മൾ പറഞ്ഞു, അത് പറഞ്ഞല്ലോ, അത് വേണ്ട. പിന്നെ ഇതിലെന്താ പറയണേ, എന്താണ്, വില്ലാളി വീരനായിട്ടുള്ള കാശിരാജാവും മഹാരഥനായിട്ടുള്ള ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടരാജാവും ഒരിക്കലും തോൽവിയില്ലാത്ത സാത്യകിയും, അപരാജിതൻ എന്ന് പറഞ്ഞല്ലോ, ദ്രുപദ മഹാരാജാവും പിന്നെയോ ദ്രൗപദിയുടെ മക്കളും, അതും പറഞ്ഞല്ലോ, ദ്രൗപദിയുടെ മക്കളും 5 മക്കളുണ്ടല്ലോ, പിന്നെയോ സൗഭദ്രൻ എന്ന് പറഞ്ഞു, അഭിമന്യു, എല്ലാവരും പ്രത്യേകം അവരവരുടെ ശംഖ വിളിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡി ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. അപ്പം നമുക്ക് ഒന്നും കൂടിയും ചെയ്യാം, 19 കൂടിയും ചെയ്യാം കേട്ടോ. അതെ, 19 കൂടി നമുക്ക് ചെയ്യാം. അതെ, അത് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഇനി സഘോഷോധാർത്ഥരാഷ്ട്രാണം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. എന്താണ് ഇനി ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറയുക വെച്ചാൽ, തുമുലഹ മീൻസ് പറഞ്ഞില്ലേ, എല്ലാ ദിക്കിലും ഇങ്ങനെ അലയടിക്കുന്ന സ ഘോഷ, ആ ശബ്ദം, ഈ ശംഖുകളുടെ എല്ലാവരുടെയും ശംഖുകളുടെ ശബ്ദേ, നഭഹ ച, ആകാശത്തെയും പൃഥിവീം ച, ഭൂമിയെയും വ്യനുനാദയൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിധ്വനി എന്നൊക്കെ പറയില്ലേ, നമ്മളെ എക്കോ ചെയ്യാൻ തുടങ്ങി. എക്കോ, അതിൻ്റെ ഇങ്ങനെ എക്കോ ഹോൾ എവിടേക്കോ ചെന്നടിച്ചിട്ട് അതിൻ്റെ മുഴുവൻ ശരിക്കും ഹോൾ അന്തരീക്ഷം മുഴുവൻ അത് പ്രതിധ്വനി ആയി, ഈ ശംഖുകളുടെയൊക്കെ ശബ്ദം. ധാർത്തരാഷ്ട്രാണാം, അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഈ ധാർത്തരാഷ്ട്രാണം എന്ന് പറഞ്ഞാൽ എന്താ, ധൃതരാഷ്ട്ര മക്കളുടെ മീൻസ് കൗരവന്മാരുടെയും സൈന്യത്തിൻ്റെ എന്ന് പറയാം, കൗരവന്മാരുടെ എന്ന് പറയാം നമുക്ക്. ധാർത്തരാഷ്ട്രാണം എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാർ, അപ്പോൾ കൗരവന്മാർ, ദുര്യോധനാദികളൊക്കെ. ഹൃദയാനി, ഹൃദയത്തെ, വ്യധാരയത്ത്, പിളർന്നു എന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞ അർത്ഥം വെച്ചാൽ, ഈ ധാർത്തരാഷ്ട്രാണം ഹൃദയാനി വ്യധാരയത്ത് പറഞ്ഞില്ലേ, അതായത് അവരുടെ ഹൃദയത്തിനെ അവർ പേടിച്ചിട്ടേ അവരുടെ ഹൃദയത്തിനെ പിളർന്നു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതായത് നല്ല ആൾക്കാരോട് യുദ്ധം ചെയ്യുകയാണെന്ന് ഈ കൗരവന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ സ്വയം ധർമ്മിഷ്ഠരല്ലാന്നും ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ പറ്റിച്ച്
അവരാണ് യുദ്ധത്തിന് വന്നിരിക്കുന്ന സത്യവും ധർമ്മമുള്ളവരെ നല്ല ബോധ്യമുണ്ടേ. അതുകൊണ്ടാണ് ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഈ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഭയാവണതേ. ഇതാണ് ശരിക്കും സാധാരണ എപ്പോഴും എല്ലാവർക്കും ദുഷ്ടത ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ എപ്പോഴും പേടിയാണ്. നല്ല ആൾക്കാർക്ക് ആ പേടിയില്ലല്ലോ, അത് നമ്മൾ കാണൂല. അതന്നെയാണ് ഇപ്പോൾ ഇവിടെ അവരുടെയൊക്കെ മനസ്സ് പേടിച്ചു വിറച്ചു ഈ ശംഖിൻ്റെയൊക്കെ ശബ്ദം കേട്ടപ്പോഴേ. ഇതാണ് ഇത് പറയണത്. അതായത് ഈ സഞ്ജയന് ഇത് ആക്ച്വലി കുഡ് സീ, അതായത് ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ അടുത്തായിരിക്കണം വെച്ചാലും ഈ കൗരവന്മാരുടെ ആ ഹൃദയം ഇങ്ങനെ ശരിക്കും പിയേഴ്സ് ചെയ്ത് പറഞ്ഞു അല്ലേ, മുറിക്കണ പോലെ അവരുടെ മുഖം കണ്ടപ്പോൾ തോന്നി അവരുടെ ഹൃദയം പിളരുന്നുണ്ട് പേടി കൊണ്ടെന്ന് തോന്നി. ഇവിടെ ഇരുന്നിട്ട് സഞ്ജയനത് കാണാണ്ട് ഈ ശംഖുകളുടെ ശബ്ദം ഇങ്ങോട്ട് കേട്ടപ്പോൾ, അതായത് പാണ്ഡവപക്ഷത്തുള്ള എല്ലാവരെയും ശംഖുവിളി കേട്ടപ്പോൾ, ഇൻക്ലൂഡിങ് നമ്മുടെ ഭഗവാന്റെ കേട്ടപ്പോൾ, ഈ ശരിക്കും ഇതൊരു എന്താ പറയുക, നന്മയും തിന്മയും തമ്മിലുള്ളൊരു വാറാണ്. നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമാണത്. ശരിക്കന്നെ എ വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിളാണ്. അപ്പോൾ അത് അവർക്കത് ശരിക്കും മനസ്സിലായി. അതാണ് ഇതിൽ വേണേ എപ്പോഴും എങ്ങനെ വെച്ചിട്ടുണ്ടോ, ഇവിടെ ഭഗവാനാണ് ആ നന്മയുടെ മുഴുവൻ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ ഇരിക്കണത്. തിന്മയുടെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവാണ് അജ്ഞാനിയായിട്ടുള്ള ധൃതരാഷ്ട്രനും. അപ്പോൾ അതാണ് കണ്ണു കാണില്ല അല്ലേ. അപ്പോൾ താമസിക് കണ്ണും കാണില്ല, ഡാർക്ക്നെസ്സൊക്കെ എപ്പോഴും കാണിക്കണത് അതല്ലേ, അജ്ഞാനത്തിനെയാണല്ലോ നമ്മൾ പറയുക. വെളിച്ചല്ലേ ജ്ഞാനം. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ന വെളിച്ചവും കംപ്ലീറ്റ്ലി സ്വാർത്ഥിയായിട്ടുള്ള ആ ഡാർക്ക്നെസ് ആകുന്ന ധൃതരാഷ്ട്രൻ്റെ മക്കളും തമ്മിലാണ് യുദ്ധം. ശരിക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിലും നടക്കണതാണ്. ഇത് ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ള യുദ്ധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നടക്കുന്നുണ്ട്. അതാണല്ലോ മഹാഭാരത യുദ്ധം നമ്മുടെ മനസ്സിൽ യുദ്ധമായിട്ട് പറയാറുണ്ടല്ലോ പലരും. ശരിക്കും പറയാച്ചാൽ അത് വളരെ സിംബോളിക്കാണ്. നമ്മുടെ മനസ്സിലും ഈ ഗുഡ് ആൻഡ് ഈവിളായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഗുഡ് ഏതറിയോ, നമ്മുടെ പരമാത്മാവ്. അപ്പോൾ ആ വെളിച്ചത്തിന്, അപ്പം നമ്മളെപ്പോഴും ഈ പറ്റുന്നിടത്തോളം ആ ശത്രുക്കളാകുന്ന അസുര ചിന്തകളെ മാറ്റിയാൽ ഈ പരമാത്മാവിൻ്റെ വെളിച്ചം തെളിഞ്ഞ് വരുന്ന മാത്രമല്ല, നമ്മൾ ആ അസുരശക്തികളെ നീക്കും തോറും ഈ വെളിച്ചം കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയും കിട്ടി. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് ഒരു സിംബോളിസായിട്ട് അല്ലെങ്കിൽ ഒരു ഇത് ഇവിടെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ 19 കൂടി വായിച്ച് ഇവിടെ നിന്ന് നിർത്താം. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അവരുടെ ഹൃദയം പിളർന്ന പോലെ, ഒരു കാരണം ഉണ്ടായിട്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതാണ് എപ്പോഴും നന്മ ചെയ്താൽ നമുക്ക് സുഖവും, അധർമ്മം ചെയ്താൽ ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഭയവും ദുഃഖവും അല്ലെങ്കിൽ ഹൃദയത്തിനൊരു ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്സും വരും നമുക്കിതിന്ന് കാണാം. അപ്പം നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.